ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളതിന് ഒരു ചെറിയ ഉരുളി എടുത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള, കുറച്ച് കറിവേപ്പിലയുണ്ട്, അതിട്ടൊന്ന് നല്ലപോലെ ഇളക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിപ്പം തന്നെ ഇടുവാണെങ്കിൽ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടും. അതോടൊപ്പം തന്നെ കറിക്കുള്ള ഉപ്പ് ആവും. ഉപ്പ് നമ്മളിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ചേരുവകളായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ചതച്ചെടുത്ത അതുകൊണ്ട് നമുക്ക് അതിലേക്കായിട്ട് ഇടാം. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്ത് സവോള നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത്യാവശ്യം മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പൊടികൾ നമ്മൾ അതിലേക്കായിട്ട് ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊരു ഗ്രേവി പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഇതുപോലുള്ള വ്യത്യസ്തമായ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഗ്രേവി ആക്കിയതിന് ശേഷം നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം പൊടി എടുത്ത പാത്രത്തിലിട്ട് ശകലം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഗ്രേവി എല്ലാം നല്ല റെഡിയാക്കിയതിന് ശേഷം നല്ലപോലെ ചൂടായി തിളച്ചെടുക്കുക. അപ്പം ഇപ്പോൾ ഏകദേശം ചൂടായി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളെല്ലാം അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ശകലം ചിക്കനെ മേടിച്ചുള്ളൂ, ഈ ഉരുളിക്കകത്ത് കൊള്ളാൻ മാത്രമുള്ള ആ ചിക്കനേ ഉള്ളൂ. അപ്പോൾ ആ ചിക്കനെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഈ ചിക്കനും ആ ഗ്രേവിയും ആ ചാറും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അടപ്പിട്ട് നമ്മൾ മൂടി വെച്ചതിന് ശേഷം നല്ല കുറച്ച് സമയത്തിന് ശേഷം വേകുന്നതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പം അത്രയും നേരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊരു വെറൈറ്റി ആയിട്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ്. ഇതിനു മുമ്പ് ചിക്കൻ കറി വെക്കുന്ന വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇത്രയും നേരത്തെ നമ്മൾ തീ ശകലം കുറച്ച് വെക്കാം. ഒരു ചെറിയ അടപ്പെടുത്ത് മൂടി വെക്കാം. ഇനി ഇപ്പോൾ അടപ്പ് നമ്മൾ തുറന്ന് കുറച്ച് സമയത്തിന് ശേഷം കേട്ടോ, വീഡിയോക്കകത്ത് പെട്ടെന്ന് വന്നെന്നുള്ളത്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പം എന്തെങ്കിലും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.